ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാന്താരീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പോട്ടാണ് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ബ്രെഡ് ക്രംസ് ഒരു അര കപ്പ്, മൈദ ഒരു 3 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് എണ്ണ പൊരിച്ചെടുക്കാൻ, മയണൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 മുട്ട പുഴുങ്ങിയത് നടു മുറിച്ച് വെച്ചതാണ്, അതിൻ്റെ മഞ്ഞക്കുരു നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ ഒരു അര സ്പൂൺ വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് മൈദ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ട ഉപ്പ് ഒരു നുള്ളിൽ ഇടുക, ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ നമ്മളിവിടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വറുത്ത് കോരാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട, നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു നുള്ളു ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച ബാറ്റർ റെഡിയാക്കി വെച്ച മാവിലേക്ക് നമ്മൾ മുക്കി ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മുക്കുക. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ള കോഴിമുട്ടകൾ നമുക്ക് ശരിയാക്കി വയ്ക്കാം. അപ്പം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് കോഴിമുട്ട അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതിട്ട് പൊരിച്ചെടുക്കാം. സ്റ്റീം കമ്മിയാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കോഴിമുട്ട നന്നായിട്ട് എണ്ണയിലിട്ട് കിടന്ന് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു മുട്ടയുടെ സ്പേസിൽ നമ്മൾ ഈ മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഗ് പോട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എത്തും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.